സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന തെരുവുനായ ശല്യത്തിന് പരിഹാരമായി സുപ്രീം കോടതി നിർദ്ദേശം നടപ്പിലാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് കേരളം. അപകടകാരികളായ നായ്ക്കളെ ദയാവധം ചെയ്യുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരം നൽകാനാണ് സർക്കാരിന്റെ പുതിയ നീക്കം. ഇതിനായുള്ള പ്രാഥമിക മാർഗരേഖ ഭരണകൂടം തയ്യാറാക്കി കഴിഞ്ഞിരിക്കുകയാണ്. പദ്ധതി ഏകോപിപ്പിക്കുന്നതിനായി തദ്ദേശ സ്ഥാപന തലത്തിൽ പ്രത്യേക സമിതികൾക്ക് രൂപം നൽകും. ഏതൊക്കെ നായ്ക്കളെയാണ് കൊല്ലേണ്ടതെന്ന് ഈ സമിതികളായിരിക്കും ഇനി തീരുമാനമെടുക്കുക. ഇതിനു പുറമെ തെരുവ് നായ്ക്കൾക്ക് ഷെൽട്ടറുകൾ നിർമ്മിക്കുന്നതിനായി അനുയോജ്യമായ ഭൂമി കണ്ടെത്താൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിലൊരു പ്രതിഷേധവുമായി ഈ മൃഗസ്നേഹികളടക്കം രംഗത്ത് വരാനുള്ള ഒരു സാഹചര്യമുണ്ട്. തിരുവനന്തപുരം നഗരസഭയിൽ മേയർ വി വി രാജേശ്വർ നിർണായകമായ ഒരു നീക്കം നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് തെരുവുനായകളെ അടക്കം പിടികൂടി അവരെ ഷട്ടറുകൾ കൊണ്ട് പാർപ്പിക്കുന്ന ഒരു നടപടിയാണ് എടുത്തത്. പക്ഷെ അതിനെതിരെയും ഈ മൃഗസ്നേഹികൾ ഒരു സമരവും പ്രതിഷേധവുമായി തിരുവനന്തപുരം നഗരസഭയിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. അതായത് ഇത് എവിടെയാണ് തിരുവനന്തപുരം നഗരസഭ ഈ തെരുവുനായകളെ പിടികൂടി എവിടെയാണ് കൊണ്ടുപോകുന്നത് എന്നടക്കം കൃത്യമായ വിവരങ്ങൾ ഈ മൃഗസ്നേഹികൾക്ക്, അതായത് മൃഗസ്നേഹികൾ എന്ന പേരിൽ കുറച്ച് ചെറുപ്പക്കാർ അല്ലെങ്കിൽ കുറച്ച് സ്ത്രീകളും ആണുങ്ങളും ഒക്കെ കുറച്ച് പുരുഷന്മാരൊക്കെ ഉണ്ട്. അവർക്കത് അറിയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഒരു പ്രതിഷേധവുമായൊക്കെ രംഗത്ത് വന്നത്. മറ്റ് പ്രധാന തീരുമാനങ്ങൾ എന്താണെന്നാൽ വീടുകളിൽ 2-ലധികം നായ്ക്കളെ വളർത്തുന്നുണ്ടെങ്കിൽ അവയെ സ്മോൾ ഷെൽട്ടറായി പരിഗണിക്കാനും ഇതിനായി പ്രത്യേക ലൈസൻസ് നിർബന്ധമാക്കാനും തീരുമാനമെടുത്തിട്ടുണ്ട്. കൂടാതെ തെരുവ് നായ്ക്കൾക്ക് പരസ്യമായി ഭക്ഷണം നൽകുന്നതിനും വ്യക്തമായ നിബന്ധനകൾ പ്രാബല്യത്തിൽ വരുത്തും. കൂടാതെ ഭീഷണിയാകുന്ന രീതിയിൽ അപകടകാരികളും ആക്രമണകാരികളുമായ തെരുവുനായ്ക്കളെ നിയമപരമായി മാനദണ്ഡങ്ങൾ പാലിച്ച് ദയാവധം ചെയ്യാനും സുപ്രീം കോടതി അനുമതി നൽകിയിട്ടുണ്ട്. പൊതുജനങ്ങളുടെ സുരക്ഷ അതാണ് പ്രാധാന്യം. അത് മുൻനിർത്തിക്കൊണ്ട് അനിമൽ ബർത്ത് കൺട്രോൾ റൂൾസ് പ്രകാരമാണ് ഈ വിധി സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഈ ഉത്തരവ് നടപ്പിലാക്കാനായി കേരള സർക്കാർ പ്രാഥമിക പ്രോട്ടോകോൾ തയ്യാറാക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. എല്ലാ തെരുവുനായ്ക്കളെയും കൊല്ലാൻ നിയമം അനുവദിക്കുന്നില്ല. കൃത്യമായ 3 സാഹചര്യങ്ങളിൽ മാത്രമേ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇതിന് അനുമതിയുള്ളൂ. ഒന്ന്, ഭ്രാന്തുള്ള തെരുവ് നായ്ക്കൾ. പേവിഷബാധ സ്ഥിരീകരിച്ച നായ്ക്കൾ, അതായത് വലിയ രീതിയിൽ ഒരു പ്രദേശത്ത് 24 മണിക്കൂറും ഇങ്ങനെ കുരച്ചുകൊണ്ട് ആളുകൾക്ക് നേരെ കടിക്കാനായിട്ട് ഇങ്ങനെ പാഞ്ഞു വരുന്ന തെരുവ് നായ്കൾ, അതിനെയൊക്കെ ദയാവധം ചെയ്യാനുള്ള അനുവാദമുണ്ട്. രോഗബാധിതർ, അത് ഭേദമാകാൻ കഴിയാത്ത ഗുരുതരമായ അസുഖങ്ങളോ പരിക്കുകളോ ഉള്ള തെരുവ് നായ്കൾ, അതിനെയും കൊല്ലാനുള്ള ഒരു അനുവാദമുണ്ട്. കൂടാതെ ആക്രമണകാരികൾ, അതായത് മനുഷ്യരെ കടിച്ചു കീറുന്ന ക്രൂരമായ രീതിയിൽ ആക്രമണം നടത്തുന്ന തെരുവ് നായ്കൾ, അങ്ങനെ തെളിയിക്കപ്പെട്ടാൽ അതിനെയും കൊല്ലാം. കൂടാതെ മനുഷ്യർ പോകുമ്പോൾ അവരുടെ പിന്നിൽ വന്ന് കുറച്ചുകൊണ്ട് വന്ന് അവരെ ഓടിച്ചിട്ട് കടിക്കുന്ന, അല്ലെങ്കിൽ വാഹനങ്ങൾ യാത്ര ചെയ്യുമ്പോൾ അവരുടെ പിറകെ ഓടി വന്ന് അവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന നായ്ക്കൾ, അവരെയും ദയാവധം ചെയ്യാനുള്ള അനുവാദവും സുപ്രീം കോടതി തരുന്നുണ്ട്. ഇതിൽ പ്രത്യേക സമിതികൾ രൂപീകരിക്കും. അതായത് തദ്ദേശ സ്വയംഭരണ അടിസ്ഥാനത്തിൽ പ്രത്യേക സമിതികൾ രൂപീകരിക്കും. നായ്ക്കളെ ദയാവധം ചെയ്യണമോ എന്ന് തീരുമാനിക്കുക ഈ സമിതിയായിരിക്കും. തെരുവ് നായ്ക്കളെ പാർപ്പിക്കാൻ അനുയോജ്യമായ സ്ഥലങ്ങൾ കണ്ടെത്താൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൊതുസ്ഥലങ്ങളിലും റോഡരികളിലും തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നത് നിരോധിച്ചിട്ടുണ്ട്. പകരം തദ്ദേശ സ്ഥാപനങ്ങൾ നിശ്ചയിക്കുന്ന പ്രത്യേക കേന്ദ്രങ്ങളിൽ മാത്രമേ ഭക്ഷണം നൽകാവൂ. സ്കൂളുകൾ, ആശുപത്രികൾ, റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങിയ തിരക്കേറിയ പൊതുസ്ഥലങ്ങളിൽ നിന്ന് തെരുവ് നായ്ക്കളെ പൂർണ്ണമായും നീക്കം ചെയ്യാൻ ഉത്തരവുണ്ട്. വീടുകളിൽ വളർത്തുന്ന നായ്ക്കളെ വഴിയിൽ ഉപേക്ഷിച്ചാൽ 10,000 രൂപ പിഴ ഈടാക്കാനും ലൈസൻസ് മൈക്രോ ചിപ്പിംഗ് നിർബന്ധമാക്കാനും സർക്കാർ നിയമ ഭേദഗതി ആലോചിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം നഗരസഭയും ഇപ്പോൾ തെരുവ് നായ്ക്കളെ അടക്കം പിടികൂടാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട്. അതുകൊണ്ട് സുപ്രീം കോടതിയുടെ നിർദ്ദേശം കേരള സർക്കാർ ഇപ്പോൾ പാലിക്കാനായിട്ട് പോകുമ്പോൾ അത് തിരുവനന്തപുരം നഗരസഭയുമായി കൂടി ആലോചിച്ചുകൊണ്ടുള്ള രണ്ടുപേരും കൂടെ, സർക്കാരും നഗരസഭയും കൂടെ സംയുക്തമായിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും ഇനി എടുക്കാൻ പോകുന്നത്.